കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ നേടിയെടുത്തടാ, ഞാൻ വളരെ ഹാപ്പിയാടാ. നാം വളരെ സന്തോഷിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഈ സന്തോഷിക്കുന്ന വേളകളിലൊക്കെ നമ്മുടെ തലച്ചോറിലൊരു ചിന്ത ഉദിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മുടെ തലത്തിൽ ഒരുപാട് രാസപരിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഒരുപാട് ഹോർമോൺസ് അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ ഹോർമോൺസ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സന്തോഷകരമായ, നമുക്ക് അത്ര സന്തോഷകരമൊന്നും അല്ലാത്തൊരു വേളയിലും നമുക്ക് ഈ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാലോ? വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. ഒരു ചോക്ലേറ്റ് തിന്ന് അപ്പോഴെ കൂട്ടിരിക്കണം, വീണ്ടും വീണ്ടും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? പല കാര്യങ്ങളും ഇത് കുറച്ചുകൂടിയും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥകൾ ഉണ്ടാവാറില്ലേ? അത് നമ്മളുടെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോർമോൺ സന്തോഷത്തിൻ്റെ വേളയിൽ നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സിന് നമ്മുടെ തലച്ചോറിൽ ഇംപ്രിൻ്റ് ചെയ്ത് വെക്കുകയും അതിനനുസരിച്ച് പിന്നീട് പലപ്പോഴും അത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ആർത്തി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഹോർമോൺ. ചിലപ്പം ഇത് പല നെഗറ്റീവ് അഡിക്ഷനിലേക്കും, ലഹരി, മദ്യം, മയക്കുമരുന്ന്, MDMA പോലത്തെ അഡിക്ഷനിലേക്ക് പോയി നടത്തുമെങ്കിലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതുപോലെ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഹോർമോൺ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ലഭിച്ചൊരു മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ വിജയിച്ചൊരു മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. പലപ്പോഴായും നിങ്ങളെ മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വീണ്ടും വീണ്ടും വിജയങ്ങൾ ആവർത്തിക്കാനുള്ളൊരു പ്രേരണ നിങ്ങളുണ്ടാവുകയും ചെയ്യും. ഇതൊരു മോട്ടിവേഷൻ്റെ ഹോർമോൺ കൂടിയാണ് ഈ ഡോപ്പമിൻ. പ്രതീക്ഷകൾ, സ്നേഹം, ആനന്ദം ഇവയൊക്കെ ആയിട്ട് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണിന് ബന്ധമുണ്ട്. നിങ്ങൾക്ക് ചില ആൾക്കാരെ കണ്ടാൽ ബഹുമാനം തോന്നാറില്ലേ? ഒരാദരവ് തോന്നാറില്ലേ? അത് ഏത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നറിയോ? സെറട്ടോണിൻ എന്ന് പറയും. നിങ്ങൾക്ക് നല്ല മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ, നല്ല ഉറക്കം ക്രിയേറ്റ് ചെയ്യാൻ, നല്ല വഴക്കമുള്ളതാക്കാനൊക്കെ ഈ ഹോർമോൺ സഹായിക്കും. നിങ്ങൾക്കൊരു വ്യക്തിയോട് ബഹുമാനം തോന്നുമ്പം നിങ്ങളുടെ ഈ സെറട്ടോണിൻ വർദ്ധിക്കും. അതേസമയം നിങ്ങൾക്ക് ബഹുമാനത്തിന് വിരുദ്ധമായിട്ടൊന്നാണ് വരുന്നതെങ്കിലോ ഈ സെറട്ടോണിൻ്റെ ലെവൽ കുറയുകയും ചെയ്യും. നമ്മൾ മറ്റു മനുഷ്യരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള ഒരുപാട് നല്ല ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളെ ഒരു മാറ്റത്തിന് പര്യാപ്തമാക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഈ സെറട്ടോണിൻ. പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു തന്മാത്ര, ഒരു മോളിക്യൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിറ്റോസിനാണ്. മാതൃസ്നേഹത്തിൻ്റെ, ചിലപ്പോൾ ലൈംഗികപരമായിട്ടുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ഒക്കെ ഉറവിടം ഈ ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്ന വലിയൊരു അപകടം എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ സൗഹൃദ തലത്തിലുള്ളവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാവുമെങ്കിലും നമുക്ക് വിരുദ്ധമായ മറ്റൊരു സംഘത്തോട് അസൂയയും പകയും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു സൈഡ് എഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് മറ്റുള്ള ആൾക്കാരോട് യോജിച്ച് പോകാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിറ്റോസിൻ്റെ ലെവലാണ് കുറഞ്ഞു പോകാൻ പോകണം. അടുത്തൊരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ എൻഡോർഫിനാണ്. നിങ്ങളിൽ വേദന കുറക്കുന്നൊരു ഹോർമോണാണിത്. നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ, നമ്മൾ നന്നായിട്ട് ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ എൻഡോർഫിനുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ എൻഡോർഫിനുകൾക്ക് മറ്റൊരു ഗുണമുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിലൊരു ശാന്തതയുടെ തന്മാത്രയുണ്ട്, ഗാബ എന്നാണ് പറയുക. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയും. ഇതൊരു തരം ഇൻഹിബിറ്ററി ഹോർമോണാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെ ശക്തമായിട്ട് ഇങ്ങനെ പോകുമ്പം അതിനെ ഒന്ന് ലഘൂകരിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ തിങ്കുകളൊക്കെ ഒന്ന് ലഘൂകരിച്ച് ഒന്ന് ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ഇത്. നേരത്തെ ഞാൻ പറഞ്ഞു ഡോപ്പമിൻ അത് കൂടുതൽ ശക്തമായിട്ടുള്ള അഡിക്ഷനിലേക്ക് വഴി നടത്തുന്ന ഒരു ഹോർമോണാണെന്ന് പറഞ്ഞു. ഇതുപോലെ അഡ്രിനലിൻ അതും നമ്മളിൽ വളരെ പവർഫുള്ളായിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇതിനെ രണ്ടിനെയും സന്തുലിതീകരിക്കാനും ഇതിൻ്റെ പ്രവർത്തനം ലഘൂകരിക്കാനും ഈ ഗാബ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാധ്യമാകും. വളരെ ഉത്കണ്ഠപ്പെട്ടുന്നിരിക്കുമ്പം, വളരെ എന്തൊക്കെ ശാരീരികമായിട്ടൊക്കെ ഒരുപാട് അസ്വസ്ഥതകൾ, ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഈ ഗാബ നമ്മളെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. എൻഡോകനാബിനോയിഡുകൾ എന്ന് പറയുന്ന ഒരു തരം ഹോർമോൺസ് ഉണ്ട്. ഇത് സമാധാനത്തിൻ്റെ ഹോർമോണാണ്. നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ഉറക്കം ഇതൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ എൻഡോകനാബിനോയിഡുകൾക്ക് വലിയ റോളുണ്ട്. ഈ ഹോർമോൺ അധികമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അത് അമിതമായി ഭക്ഷണം കഴിക്കാനും അതിലൂടെ പൊണ്ണത്തരി ഉണ്ടാവാനും കാരണമാവും. ഇതിൻ്റെ അളവ് കുറഞ്ഞു പോയാലോ ഉത്കണ്ഠ, പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാക്കാനും
രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അടുത്ത ഹോർമോൺ എന്ന് പറഞ്ഞാൽ കോർട്ടിസോളാണ്. അപകടത്തിൻ്റെ ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷം അപകടാവസ്ഥയിലേക്ക്, ഇത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഭയം ഭരിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിലൊരു സ്ട്രെസ് ഹോർമോണാണ്. ഓടിക്കോ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ചത്തതുപോലെ കിടന്നോ എന്ന് വാൺ ചെയ്യുന്നൊരു ഹോർമോൺ. ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് വിഷാദം, ഉത്കണ്ഠ, അതുപോലത്തെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ കൂടാൻ, ടൈപ്പ് 2 പ്രമേഹം വരാനൊക്കെ സാധ്യത ഈ ഹോർമോണിൻ്റെ അധിക പ്രസാരം കൊണ്ടുണ്ടാവും. നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു അപകടാവസ്ഥയിലാവുമ്പോൾ ഈ കോർട്ടിസോൾ വരും. അതൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ വാഴ്ന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടമായിരിക്കും. ഓക്കെ, ബി ഹെൽത്തി, ബൈ.